നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ മലപ്പുറത്ത് നിന്ന് തന്നെ ജയശ്രീ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, ഞാൻ കുറച്ചു കാലം മുമ്പ് സാറിൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിരുന്നു. ഒരു പോസ്റ്റിന് സാറിൻ്റെ ഒരു കമൻറ്റും കണ്ടു. പോസ്റ്റ് ഇതാണ്: ശശികല ടീച്ചർ വേടൻ എഴുതിയ രാമായണമാണ് ഞാനും വായിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സാർ അതിന് കഷ്ടം എന്ന് കമൻ്റ് ചെയ്തു. പിന്നെ വേറെ ഒന്ന് രണ്ട് വാചകങ്ങളും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കുറേ പേർ സാറിൻ്റെ നേർക്ക് പൊങ്കാല ഇടുന്നത് കണ്ടു. അതിൻ്റെ ഒരു വിശദീകരണം തരാമോ? കുട്ടി, രാമായണം എഴുതിയത് ആരാണ്? വാൽമീകിയാണ്, വേടനല്ല. അത് മനസ്സിലാക്കുക. വേടനൊരിക്കലും രാമായണം എഴുതാൻ കഴിയില്ല. ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് ആ പൊസിഷനിൽ നിൽക്കുന്ന കാര്യങ്ങൾ മുൻ കാര്യങ്ങളെ ഉദ്ദേശിച്ചു കൊണ്ട് പറയുന്നത് ശരിയല്ല. ഇനി കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ പ്രസിദ്ധനായൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ സുധാകരൻ. പേര് വേറെയാണ്, ഞാൻ സുധാകരൻ എന്ന് പറയുന്നു, കാരണം ആൾ ജീവിച്ചിരിപ്പുള്ള ആളാണ്. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് വളരെ തല്ലിപ്പൊളിയായിരുന്നു. അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 അല്ല. ഈ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഉള്ള കൊള്ളരുതായ്മകൾ മുഴുവൻ അയാൾക്കുണ്ടായിരുന്നു. ധാരാളം സ്വത്തുള്ള വീട്ടിലെ ആണെങ്കിലും പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടേത് മോഷ്ടിക്കുക, എവിടെ തല്ലും വഴക്കുമുണ്ടെങ്കിൽ അവിടെ ഇയാളുടെ പേരുണ്ടായിരിക്കും. പെൺകുട്ടികളെ ഉപദ്രവിക്കുക, കയ്യിൽ കയറി പിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ എന്താണോ ഉദ്ദേശിച്ചത് നടപ്പാക്കുന്നതാണ്. അയാൾ എന്തിനെയാണോ ചൂണ്ടയിട്ടത് അത് അയാൾ നേടിയെടുക്കും. അതുകൊണ്ട് അയാൾക്ക് ഓമനപ്പേര് വന്നു, ചൂണ്ടസുധി എന്ന് പേര് വന്നു. പിൽക്കാലത്ത് അയാൾ പ്രസിദ്ധനായ ഡോക്ടറായി തീർന്നു, അല്ലേ? അപ്പോൾ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ചൂണ്ടസുധി എന്ന് ഞാൻ പറയണോ, അതോ ഡോക്ടർ സുധാകരൻ എന്ന് പറയണോ? കുട്ടി പറഞ്ഞാൽ മതി. ഏതാണ് ശരി? ചൂണ്ടസുധിയാണോ എന്നെ ചികിത്സിക്കുന്നത്? അല്ല, ഡോക്ടർ സുധാകരൻ, അല്ലേ? ഇതൊരു ഉദാഹരണം മാത്രവുമല്ല. വാൽമീകിയുടെ ഗീതകഥയിൽ തന്നെ വാൽമീകി രാമനോട് പറയേണ്ടത് ബ്രാഹ്മണകുലത്തിനാണ് ജനിച്ചത് എന്ന്. ഒരു ശൂദ്ര സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഇയാൾ രാമായണം എഴുതിയത് എപ്പോഴാണ്? രത്നാകരൻ പേരുള്ള ആ സമയത്താണോ? ഈ സപ്തർഷികളെ ആക്രമിക്കാൻ വരുന്ന ആ കാലഘട്ടത്തിലാണോ? അല്ലല്ലോ, അല്ലേ? അതൊക്കെ കഴിഞ്ഞ് തൻ്റെ തെറ്റ് ബോധ്യമായി തപസ് ചെയ്ത് വാൽമീകി എന്ന നാമകരണം ലഭിച്ചതിന് ശേഷമാണ് രാമായണം എഴുതിയത്, അല്ലേ? അപ്പോൾ വാൽമീകി എഴുതി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു വേടനാണ് എന്നെങ്ങനെ പറയും? അയാൾ മുമ്പേ പല മൃഗങ്ങളെയും വേട്ടയായിട്ടുണ്ടായിരിക്കാം, അല്ലേ? ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ എനിക്കിഷ്ടം അവരെയൊക്കെ. അതിപ്പോൾ ശശികല ടീച്ചറായാലും ചിദാനന്ദപുരി സ്വാമികളായാലും വത്സൻ തില്ലങ്കേരി ആണെങ്കിലും ആരായാണെങ്കിലും എനിക്കിഷ്ടമാണ്. എന്ന് വെച്ച് അവർ പറയുന്ന വേണ്ടാത്ത കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. പറ്റുമോ? ഈ രാമായണത്തിൻ്റെ പിന്നാലെ നടക്കാൻ? കാരണം ഇവരെക്കാളിലൊക്കെ പ്രായമുണ്ട് എനിക്ക്. ഞാൻ ഏകദേശം ഒരു 10-20 വയസ്സിൽ തുടങ്ങിയതാണ് ഈ ഇതിഹാസ പുരാണങ്ങളുടെ പുറകെ നടക്കാൻ, പ്രഭാഷണങ്ങൾ നടത്താൻ. വയസ്സിപ്പോൾ 70ആയി. ഈ കാലഘട്ടത്തിനടിച്ച് തിരിച്ചും മറിച്ചും തിരിച്ചും ആലോചിച്ചും ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. വേണ്ടാത്ത ഒരു കാര്യം പറയുന്നതല്ല. അപ്പം തികച്ചും ശുദ്ധ തോന്നിവാസമാണ്, അല്ലെങ്കിൽ അനാവശ്യമാണ് ഈ പറഞ്ഞത്. വേടൻ എഴുതിയ രാമായണം, വേടൻ അങ്ങനെ രാമായണം എഴുതിയിട്ടില്ല. എഴുതിയത് മഹർഷിയാണ് എഴുതിയത്. മനസ്സിലായി? ഇതിപ്പോൾ ഈ ശബരിമല കാര്യം പറഞ്ഞ കൂട്ടത്തിലാണ്. എന്താണ്? അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ടാണ് യുവതികൾക്ക് അവിടെ പ്രവേശനമില്ലാത്തത്.
എന്താ യുവതികൾ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ബ്രഹ്മചര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോകുമോ? അത് സ്വയം അപമാനിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? അതേപോലെ ഒരു വേടനാണ് എഴുതിയത്, ആ രാമായണമാണ് നമ്മൾ മഹത്തായ കൃതിയായിട്ട് കണക്കാക്കുന്നത് എന്ന് പറയുമ്പോൾ, വേടൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കുന്നവൻ. അങ്ങനെ ഒരാൾ എഴുതിയ കൃതിയാണ് നമ്മുടെ മഹത്തായ കൃതി എന്ന് പറഞ്ഞാൽ ആർക്കാ അതിൻ്റെ അപമാനം? ഒരു കാലത്ത് പലതുമായിരിക്കാം, പക്ഷെ വാൽമീകി മഹർഷി ആയതിന് ശേഷമാണ് രാമായണം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശുദ്ധ അസംബന്ധമാണ് ആ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ പൊങ്കാലയിടുന്നവരെ, അവരിപ്പോൾ ഈ പറഞ്ഞാൽ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ എന്തു പറഞ്ഞാലും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ചിലരായിരിക്കാം. പക്ഷെ എനിക്കത് പറ്റില്ല. ഞാൻ ഹിന്ദുവാണ്, സനാതനധർമ്മ വിശ്വാസിയാണ്. സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. എന്ന് വെച്ച് അവർ പറയുന്ന തോന്നിയാസങ്ങൾ മുഴുവൻ അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും വേടനല്ല എഴുതിയത് രാമായണം, മഹർഷിയാണ് എഴുതിയത്. അതാ ഞാൻ പറഞ്ഞത്, ചൂണ്ടശുദ്ധിയാണ് എന്നെ ചികിത്സിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? അതിലെന്താ അർത്ഥമുള്ളത്? വല്ല അർത്ഥമുണ്ടോ? ഡോക്ടർ സുധാകരനാണ് എന്നെ ചികിത്സിക്കുന്നത്, അല്ല ചൂണ്ടസുനിയല്ല. ആ കാലത്ത് അയാൾക്ക് ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ മാതിരി ഈ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ രത്നാകരൻ ഒരു കൃതിയും എഴുതിയിട്ടില്ല. രത്നാകരനെ എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞ് സപ്തർഷികളെ കണ്ട് മാനസാന്തരം വന്ന് തപസ് ചെയ്ത് വാൽമീകി എന്ന മഹർഷിയുടെ അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം രാമായണം എഴുതിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വേടൻ എഴുതിയെന്ന് പറയുക? അപ്പം അതൊക്കെ ഒരു ശുദ്ധ ഭോഷ്ക്, അതിൽ കൂടുതലൊന്നുമില്ല. ഇതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.